ഒരു ഇൻഹൗസ് ക്യൂ ടീം ഉണ്ടെങ്കിൽ ഒന്നാമതായി ഡീപ്പ് പ്രോഡക്റ്റ് നോളജ്. ഈ ക്യൂ ടീം വളരെ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് ടീമായ കാരണം ഒരു വളരെ ഇൻഡെപ്ത് ആയുള്ള ഒരു പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവും. കാരണം ഈ ക്യൂ ടീം സോൾലി വർക്ക് ഓൺ ദ പെർട്ടിക്കുലർ പ്രോജക്റ്റ്. രണ്ടാമതായി ഈസി കൊളാബറേഷൻ. നമ്മുടെ ടെസ്റ്റിംഗ് ടീം വർക്ക് ചെയ്യുന്നത് ഡെവലപ്പേഴ്സ്, UI/UX ഡിസൈനേഴ്സ്, ബിസിനസ് അനലിസ്റ്റ്, പ്രൊജക്ട് മാനേജേഴ്സ് എന്നിവരായിട്ട് ഡയറക്റ്റായിട്ടും ഈസി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. മൂന്നാമതായി ടോട്ടൽ കൺട്രോൾ. ടെസ്റ്റിംഗ് പ്രോസസ്സിലുള്ള ഓവറോൾ കൺട്രോൾ ഇന്റേണൽ അല്ലെങ്കിൽ ഇൻഹൗസ് ടെസ്റ്റിംഗ് ടീമിൻ്റെ കയ്യിലായിരിക്കും. പക്ഷേ ഇൻഹൗസ് ടെസ്റ്റിംഗ് ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കുറേ ചലഞ്ചസ് ഉണ്ട്. ഒന്നാമതായി ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് കോസ്റ്റ്. നമ്മളൊരു ഇൻഹൗസ് ടീം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയ ഒരു റിസോഴ്സിനെ, ഒരു ടെസ്റ്റിംഗ് അല്ലെങ്കിൽ QA റിസോഴ്സിനെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഒരുപാട് സമയം ഹയറിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ ഓൺബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ്ങിനും ഒരുപാട് ടൈമും കോസ്റ്റും സ്പെൻഡ് ചെയ്യേണ്ടി വരും. രണ്ടാമതായി സ്കെയിലിംഗ് ഡിഫിക്കൽട്ടി. നമ്മുടെ പ്രൊജക്റ്റ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സ്കെയിലപ്പ് ചെയ്യേണ്ടി വരും. അതേപോലെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്കെയിൽ ഡൗൺ ചെയ്യാനും ഒരുപാട് ചാലഞ്ചസുകൾ ഉണ്ടാകും. മൂന്നാമതായി ടൂൾ മെയിൻ്റനൻസ്. ടെസ്റ്റിംഗ് ടൂളുകളും ലേറ്റസ്റ്റ് സ്കിൽസും അപ്ഡേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വലിയൊരു എഫേർട്ട് ഇൻഹൗസ് ടീം എടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് ലാംഡ ടെസ്റ്റ് വേണോ, സെലേനിയം ചെയ്യണോ, മാനുവൽ ടെസ്റ്റ് മതിയോ, ഓട്ടോമേഷൻ വേണോ, പെർഫോമൻസ് ടെസ്റ്റിംഗ് വേണോ, അതോ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് വേണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ഇന്റേണൽ ടീമാണ്. അത് മാത്രമല്ല, ഇതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ടീം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം.